നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സിനിമാ വ്യവസായത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരു സാംസ്കാരിക പ്രതിഭാസത്തെക്കുറിച്ചാണ്. മലയാള സിനിമയുടെ നവതരംഗം അഥവാ പുതിയ തുടക്കം. നമുക്ക് ആദ്യം നവതരംഗത്തെ അടുത്തറിയാം. വെറും നല്ല സിനിമകൾ എന്നതിലുപരി ഇതിനെന്താണ് പ്രത്യേകത? ഇത് കഥ പറച്ചിലിലെ സത്യസന്ധതയാണ്. നമ്മുടെ സിനിമകൾ യാഥാർത്ഥ്യത്തിന്റെ നേരെ പിടിച്ച കണ്ണാടിയായി മാറിയിരിക്കുന്നു. നായകന്റെ താരപ്രഭാവം കുറഞ്ഞു, സാധാരണക്കാരന്റെ ജീവിതം തിരശീലയിലേക്ക് കയറി വന്നു. ഇതൊരു ഷിഫ്റ്റാണ്. അതിന് തുടക്കമിട്ടത് ചില ധീരരായ സംവിധായകരാണ്. അങ്കമാലി ഡയറീസ്, ഈമായവ് എന്നീ ചിത്രങ്ങളിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരി കാഴ്ചയുടെയും അവതരണത്തിന്റെയും രീതി തന്നെ മാറ്റിമറിച്ചു. മഹേഷിന്റെ പ്രതികാരം പോലുള്ള ചിത്രങ്ങളിലൂടെ പോത്തൻ മാജിക് എന്ന പേരിൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും സ്ഥലങ്ങളെയും ദിലീഷ് പോത്തൻ അതിമനോഹരമായി ആവിഷ്കരിച്ചു. ടേക്ക് ഓഫ് പോലുള്ള സിനിമകളിലൂടെ രാഷ്ട്രീയപരമായും സാങ്കേതികപരമായും മഹേഷ് നാരായണൻ പുതിയൊരു ബെഞ്ച് മാർക്ക് തന്നെ സെറ്റ് ചെയ്തു. പരമ്പരാഗത വീര പരിവേഷങ്ങളിൽ നിന്ന് മാറി പച്ചയായ മനുഷ്യരെ കുറിച്ച് നമ്മളോട് ബന്ധമുള്ള കഥകളിലേക്ക് സിനിമയുടെ തീം മാറ്റി എന്നതാണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇന്ന് മലയാള സിനിമ കേരളത്തിനപ്പുറം പാൻ ഇന്ത്യൻ പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട്. ഈ മാറ്റത്തിന് ഒരു വലിയ കാറ്റലിസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലുള്ള OTT പ്ലാറ്റ്ഫോമുകൾ. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ലോകമെമ്പാടുമുള്ള വാതിലുകൾ നമ്മുടെ സിനിമകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. തിയേറ്റർ റിലീസിനായിട്ട് കാത്തിരിക്കാതെ നമ്മുടെ സിനിമകൾ മണിക്കൂറുകൾക്കുള്ളിൽ മുംബൈയിലും ഡൽഹിയിലും ബംഗളൂരുവിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് സബ് ടൈറ്റിലുകളും ഡബ്ബിങ്ങും. ഭാഷാപരമായ അതിർവരമ്പുകൾ ഇവ ഇല്ലാതാക്കി. സിനിമയുടെ ഫീല് മനസ്സിലാക്കാൻ മറ്റു ഭാഷകൾ, അതായത് മലയാളം അറിയാത്തവർക്ക് പോലും എളുപ്പമായി. ഇതിന്റെ ഫലമായി കേരളത്തിന് പുറത്തും ഈ സിനിമകൾക്ക് മികച്ച നിരൂപക പ്രശംസയും ബോക്സ് ഓഫീസ് വിജയവും ഒരേപോലെ ലഭിച്ചു. ദൃശ്യം, മിന്നൽ മുരളി തുടങ്ങിയ സിനിമകൾക്ക് ലഭിച്ച ദേശീയ തലത്തിലുള്ള ശ്രദ്ധ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ നവതരംഗം കേവലം ഒരു ദേശീയ പ്രതിഭാസമായി ഒതുങ്ങിയില്ല. അത് അതിർത്തികളും ഭേദിച്ച് ആഗോള ചലച്ചിത്ര മേളകളിലെ ഇഷ്ടതാരങ്ങളായി മാറി. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ നമ്മുടെ സിനിമകൾ പ്രദർശിപ്പിക്കപ്പെടുകയും അന്താരാഷ്ട്ര അംഗീകാരങ്ങളും അവാർഡുകളും നേടുകയും ചെയ്തു. ഈ സിനിമകളുടെ ഒരു സ്ലോ ബേൺ ശൈലിയും സൂക്ഷ്മമായ കഥ പറച്ചിലും ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്നു. നമ്മുടെ സിനിമകളെ മറ്റ് ആർട്ട് ഹൗസ് സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ഥലത്തിന്റെ, അതായത് സെൻസ് ഓഫ് പ്ലേസ് ആധികാരികമായി ആവിഷ്കരിക്കാനാണ് മലയാള സിനിമയുടെ ഒരു വലിയ ഘടകം. കേരളത്തിന്റെ മണ്ണും മനുഷ്യരും നമ്മുടെ ഇടവപ്പാതയും ഭാരതപ്പുഴയും ഒക്കെ കഥാപാത്രങ്ങളായി മാറുന്നു. ആഗോളതലത്തിൽ ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് എന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു ധാരണ. എന്നാൽ ഇന്ന് ഈ നവതരംഗം ആ ധാരണയെ പൂർണ്ണമായി മാറ്റുകയും ചെയ്തു, ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബോളിവുഡിന്റെ ഗ്ലാമർ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായി മലയാള സിനിമ ഇന്ത്യയുടെ കൂടുതൽ ആധികാരികവും വൈവിധ്യപൂർണവുമായ ഒരു ചിത്രമാണ് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഇതൊരു റിപ്പിൾ എഫക്റ്റ് ആണ് സൃഷ്ടിച്ചത്. നമ്മുടെ വിജയം കണ്ട് തമിഴ്, തെലുങ്ക്, കന്നഡ പോലുള്ള പ്രാദേശിക സിനിമാ വ്യവസായങ്ങളും കഥ പറച്ചിലെ ഈ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. മലയാള സിനിമ ഇന്ന് മറ്റ് പല പ്രാദേശിക സിനിമാ വ്യവസായങ്ങൾക്കും പ്രചോദനമായി. ഈ മുന്നേറ്റം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് വെല്ലുവിളികളുമുണ്ട്, പുതിയ അവസരങ്ങളുമുണ്ട്. പ്രധാന വെല്ലുവിളി കലാപരമായ സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് വാണിജ്യവൽക്കരണം എങ്ങനെ മറികടക്കും എന്നത് തന്നെയാണ്. കലയും കച്ചവടവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം സിനിമ വളരെ ചെലവ് കൂടിയ ഒരു ബിസിനസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത തലമുറയിലെ പ്രതിഭകളാണ് ഈ തരംഗത്തെ ഇപ്പോൾ ജീവനോടെ നിലനിർത്തുന്നത്. ദിൻജിത്ത് അയ്യത്തൻ, ബാഹുൽ രമേശ് എന്നിവരെ പോലെയുള്ള പുതിയ സംവിധായകരും എഴുത്തുകാരുമാണ് ഇതിന് ഉദാഹരണം. ഇവരുടെ ഏറ്റവും പുതിയ ചിത്രമായ എക്കോ നിർബന്ധമായും മലയാളി കാണേണ്ട ചിത്രമാണ്. എക്കോ ഒരു സാധാരണ ത്രില്ലർ അല്ല. കാണാതായ കുര്യച്ചൻ എന്ന വ്യക്തിയെ തേടിയുള്ള അന്വേഷണം മലേഷ്യയിലെ ലോകമഹായുദ്ധം വരെയുള്ള കാലഘട്ടങ്ങളിലേക്ക് മനുഷ്യനെ സഞ്ചരിപ്പിക്കുന്നു. ഈ സിനിമയിൽ നായ്ക്കൾക്ക് മനുഷ്യരെ പോലെ തന്നെ ഒരു പ്രാധാന്യവും നൽകിയിട്ടുണ്ട്. ഇടുക്കിയുടെ കാടും കോടയും കഥയുടെ പ്രധാന കഥാപാത്രങ്ങളായി മാറി. ഇതിലെ ഒരു നോൺ ലീനിയറായ കഥ പറച്ചിലും ഓരോ കഥാപാത്രത്തെയും സംശയിപ്പിക്കുന്ന രീതിയും പ്രേക്ഷകനെ ഇരുത്തി ചിന്തിപ്പിക്കും. ഇതാണ് ഈ നവതരംഗം നിലനിർത്തുന്ന പുതിയ സിനിമയുടെ എക്കോ. അവർ പരീക്ഷണങ്ങൾ നടത്താൻ ഭയപ്പെടുന്നില്ല. പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിട്ട് ലോകോത്തര നിലവാരമുള്ള സിനിമകൾ ഉണ്ടാക്കി ഈ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
മലയാള സിനിമയുടെ ഈ നവതരംഗത്തിന് ഒരു സ്ഥിരതയുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം നമ്മുടെ കഥകൾക്ക് ഇനിയും ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ നന്ദി.